ഹായ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് ഈ മീനാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് റോംബി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ തൊലി പൊളിച്ച് കളയണം. അത് ഇച്ചിരി പാടുള്ള കാര്യമാണ്, കാരണം ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ തൊലിക്ക്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തൊലി പൊളിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ മീൻ നല്ല വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു. ഇത് ഭയങ്കര പാടാണ് തൊലി പൊളിക്കാൻ. ചെറുതായിട്ട് നമ്മൾ പതുക്കെ ഇരുന്ന് ചെത്തി എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മാംസം മുഴുവൻ പൊളിഞ്ഞു പോകും. എൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്, ഏകദേശം സ്രാവിൻ്റെ ആ ഒരു രീതിയാണ് ഇതിൻ്റെ തൊലിക്ക്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. അപ്പം നമ്മുടെ അരപ്പെല്ലാം ഇതിനകത്ത് നല്ലപോലെ പിടിച്ച് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ചെറുതായിട്ട് എല്ലായിടും വരഞ്ഞു വെക്കാം. ഞാനിവിടെ ഈ മീൻ റെഡിയാക്കുന്നത് കുരുമുളകിലാണ്. ഞാൻ ഇത്രയും കുരുമുളക് ഒരു ദിവസം ഫുള്ള് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 3 ചെറിയുള്ളി, ഒരു വലിയ പഴുത്ത തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 കഷ്ണം വെളുത്തുള്ളി. ഇനി ഇത്രയും കൂടി നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ 1.5 കിലോ മീനിൻ്റെ കണക്കാണ് പറയുന്നത്. നമ്മുടെ ആ മീൻ 1.5 കിലോളം ഉണ്ട്, അതിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം കൂടി നല്ലപോലെ അരച്ചു. ഇതിൽ ഞാൻ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാണ് അരച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ മീനിൽ പെട്ടെന്ന് അരപ്പുകളൊക്കെ നല്ലപോലെ പിടിക്കും. ഇനി നമുക്കിത് നമ്മളുടെ മീനിലേക്ക് നല്ലപോലെ പുരട്ടി കൊടുക്കാം. നമ്മൾ ആ വരഞ്ഞു വെച്ചിരിക്കുന്ന ആ ഭാഗത്തൊക്കെ നല്ലതുപോലെ ചെല്ലത്തൊക്കെ വേണം നമുക്ക് നല്ലപോലെ പുരട്ടി കൊടുക്കാം. ഇവിടെ ഞാൻ ഈ കുരുമുളക് കുതിർത്തെടുത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ച കുരുമുളകിൻ്റെ അതേ ടേസ്റ്റാണ് നമ്മുടെ ഈ ഉണക്ക കുരുമുളക് ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മളെടുത്ത് മീൻ ഫ്രൈയോ അല്ലെങ്കിൽ ഇറച്ചിയോ എന്തിലും നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആ പച്ച കുരുമുളകിൻ്റെ അതേ ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പ്രവാസികൾക്ക് എപ്പോഴും നമുക്ക് പച്ച കുരുമുളക് കിട്ടാനൊന്നും വലിയ ചാൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ആ പച്ച കുരുമുളകിൻ്റെ ടേസ്റ്റിൽ മീൻ വറുത്തൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഉണക്ക കുരുമുളക് അല്ലെങ്കിൽ പൊടിച്ച കുരുമുളകാണെങ്കിലും ഒരു ദിവസം ഒന്ന് കുതിർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച്, പൊടിയാണെങ്കിൽ 1-2 മണിക്കൂർ ഒന്ന് കുഴച്ച് വെച്ചിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഉണക്ക കുരുമുളകാണെങ്കിൽ അത് നമുക്ക് കുറേ കുരുമുളക് ഒന്നിച്ചിട്ട് കുതിർത്ത് നമുക്കത് ഫ്രീസറിലും സൂക്ഷിച്ച് വയ്ക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. പച്ചക്കുരുമുളകിട്ട് മീൻ വറുത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ലെന്നാണ് കരുതുന്നത്. എങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനൊരു പാൻ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എണ്ണ ചൂടാകുന്നത് വരെ ഒന്ന് വെറ്റ് ചെയ്യാം. ഞാൻ അരച്ചപ്പോൾ ഉപ്പും കൂടി ചേർത്തായിരുന്നു അരച്ചത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത്. ഇനി നമുക്ക് നമ്മുടെ മീൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാലൻസുള്ള അരപ്പെല്ലാം അതിൻ്റെ മേളിലോട്ട് നമുക്ക് തൂക്കി കൊടുക്കാം. ഇത് ചെറിയ തീയിൽ നമുക്ക് ഒഴിച്ചിടാം. നമ്മുടെ മീൻ ഒരു സൈഡ് ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തീ കുറച്ച് വേണം ഇടാൻ, കാരണം നമ്മളിത് മുറിക്കാതാണിത് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച്
നല്ലപോലെ മസാല എല്ലാം പിടിച്ച് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ആ കുരുമുളക് കുതിർത്ത് നമ്മൾ ഇട്ടതിൻ്റെ നല്ല മണം, പച്ചക്കുരുമുളക് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേ മണമാണ് വരുന്നത് ആ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ 2 സൈഡും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കോരിയെടുക്കാൻ. അപ്പം ഒരു തുള്ളി പോലും എണ്ണ പിടിക്കില്ല. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും, ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.